ഒരു താൽക്കാലിക സമാധാന കരാറിന്റെ നേരിയ വെളിച്ചത്തിൽ ലോകം പ്രതീക്ഷയോടെ നോക്കി നിൽക്കുമ്പോൾ മിഡിൽ ഈസ്റ്റിൽ വീണ്ടും യുദ്ധത്തിന്റെ കരിനിഴൽ വീഴ്ത്തി അപ്രതീക്ഷിത ട്വിസ്റ്റുകൾ. അന്തിമ കരാറിലേക്ക് വഴി തുറക്കേണ്ടിയിരുന്ന ഇറാൻ US ചർച്ചകൾ സ്വിറ്റ്സർലൻഡിൽ വെച്ച് റദ്ദാക്കിയത് നയതന്ത്ര ലോകത്തെയാകെ ഞെട്ടിച്ചിരിക്കുകയാണ്. സമാധാനത്തിന്റെ സാധ്യതകൾക്ക് മുകളിൽ കനത്ത കരിമ്പടം വീഴ്ത്തിക്കൊണ്ട് ലെബനനിൽ ഇസ്രായേൽ ആക്രമണങ്ങൾ ശക്തമായതും ഹിസ്ബുള്ളയുടെ തിരിച്ചടിയുമാണ് നിലവിലെ പ്രതിസന്ധിക്ക് പ്രധാന കാരണം. US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ സ്വിറ്റ്സർലൻഡിലേക്കുള്ള യാത്ര മുടങ്ങിയതിനു പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ട്. ലെബനനിലെ കടന്നാക്രമണങ്ങൾ അവസാനിപ്പിക്കാതെ ചർച്ചയ്ക്കില്ലെന്ന് ഇറാൻ ഉറച്ച നിലപാടെടുത്തതോടെയാണ് ഈ വലിയൊരു പ്രതിസന്ധി ഉടലെടുത്തത്. ആക്രമണങ്ങൾ അവസാനിപ്പിക്കുമെന്ന് ഉറപ്പു നൽകിയാൽ മാത്രമേ ചർച്ചകൾ പുനരാരംഭിക്കൂ എന്ന ഇറാന്റെ ആവശ്യം നയതന്ത്രജ്ഞരെ ഉദ്ധരിച്ച് CNN റിപ്പോർട്ട് ചെയ്യുന്നു. മധ്യസ്ഥർ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണെങ്കിലും കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണോ എന്ന ആശങ്ക ഉയരുന്നു. അതേസമയം ഇറാൻ US കരാറിനെ എതിർക്കുന്ന ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ലെബനനിൽ നടത്തിയ കനത്ത ആക്രമണങ്ങൾക്ക് പിന്നാലെ ഹിസ്ബുള്ളയുടെ തിരിച്ചടിയിൽ 4 ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടത് തീവ്രമായൊരു പ്രതികരണത്തിനാണ് വഴി തുറന്നത്. ഇസ്രായേലി ദേശീയ സുരക്ഷാ മന്ത്രി ഇഥാമർ ബെൻഗ്വിർ എക്സിൽ കുറിച്ച വാക്കുകൾ വെറും തീപ്പൊരിയല്ല, അഗ്നിപർവ്വതം തന്നെയായിരുന്നു. ഓരോ ഇസ്രായേലി അമ്മയുടെ കണ്ണീരിനും 1000 ലെബനീസ് അമ്മമാർ കരയണം. ലെബനൻ മുഴുവൻ കത്തിയെരിയട്ടെ. ഭ്രാന്തന്മാരെ പോലെ പോരാടി ഭീകരതയെ ഉന്മൂലനം ചെയ്യണം. ബെൻഗ്വിറിന്റെ ഈ വാക്കുകൾ മേഖലയിലെ സംഘർഷത്തിന്റെ വ്യാപ്തി എത്രത്തോളമെന്ന് വ്യക്തമാക്കുകയാണ്. വെടിനിർത്തൽ ഉൾപ്പെട്ട ആദ്യ കരാറിനെ ഇസ്രായേൽ മന്ത്രിമാർ അംഗീകരിച്ചിരുന്നില്ല എന്നതും ഇവിടെ ഒരു കീറാമുട്ടിയായി അവശേഷിക്കുന്നുണ്ട്. അതേസമയം ഇറാനുമായുള്ള USന്റെ സമാധാന കരാറിനെ വിമർശിച്ച ഇസ്രായേൽ ഭരണകൂടത്തിനെതിരെ കടുത്ത ഭാഷയിൽ പ്രതികരിച്ച് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് രംഗത്തെത്തിയതോടെ എന്തായാലും ലെബനനെതിരെ ശക്തമായ നീക്കങ്ങളുമായി ഇസ്രായേൽ മുന്നോട്ടു പോകുമെന്ന് ഉറപ്പാണ്. എല്ലാ ദേശീയ സുരക്ഷാ പ്രശ്നങ്ങളും ആളുകളെ കൊന്നു തീർത്ത് പരിഹരിക്കാമെന്ന് ഇസ്രായേൽ കരുതരുതെന്ന് വാൻസ് പറയുകയും ചെയ്തു. വൈറ്റ് ഹൗസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇസ്രായേലിനുള്ള USന്റെ 2 കടുത്ത സന്ദേശങ്ങൾ അദ്ദേഹം പങ്കുവച്ചത്. ഒന്നാമതായി, നിലവിൽ ഇസ്രായേലിനോട് അനുഭാവം പുലർത്തുന്ന ലോകത്തിലെ ഒരേ ഒരു രാഷ്ട്രത്തലവൻ ഡൊണാൾഡ് ട്രംപ് മാത്രമാണ്. ഞാൻ ഇസ്രായേൽ ക്യാബിനറ്റിലെ ഒരു അംഗമായിരുന്നുവെങ്കിൽ ലോകത്ത് എനിക്ക് അവശേഷിക്കുന്ന ഒരേ ഒരു ശക്തനായ സഖ്യകക്ഷിയെ ആക്രമിക്കാൻ മുതിരില്ലായിരുന്നു, JD വാൻസ് പറഞ്ഞു. എന്തായാലും ലെബനനെ തീർക്കാതെ തങ്ങൾ പിന്നോട്ടില്ല എന്ന രീതിക്ക് തന്നെയാണ് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത്. ഹിസ്ബുള്ളയ്ക്കെതിരെ ശക്തമായ നീക്കങ്ങളുമായി ഇസ്രായേൽ മുന്നിൽ തന്നെയുണ്ട്. ഹമാസിനെ അടക്കിയതുപോലെ തന്നെ ഇത്തരത്തിൽ ഹിസ്ബുള്ളയെയും പിടിച്ചുകെട്ടുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യുദ്ധം കലുഷിതമായി തന്നെ മുന്നോട്ട് പോവുകയാണ് എന്ന് വേണം പറയാൻ. ഒരു താൽക്കാലിക സമാധാന കരാറിന്റെ നേരിയ വെളിച്ചത്തിൽ ലോകം പ്രതീക്ഷയോടെ നിൽക്കുമ്പോൾ തന്നെയാണ് ഇത്തരത്തിൽ യുദ്ധം അവസാനിക്കില്ല എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തേക്ക് വരുന്നത്.